Hi all, welcome to this session. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോറിയർ സീരീസ് പഠിച്ചു. ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് നോട്ട് സൈൻസ് ഓർ പീരിയോഡിക് ഫംഗ്ഷൻ പഠിച്ചു. ആ ഫംഗ്ഷൻ ഓഡോ ഈവനോ ആയാലും എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാമെന്നൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളിലും പഠിച്ച ഫംഗ്ഷൻ്റെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 2π ആയിരുന്നു, വിച്ച് ഈസ് ഫ്രം -π to +π. പക്ഷെ നിങ്ങൾക്കറിയാം, നമുക്ക് കിട്ടുന്ന നേച്ചറിൽ കിട്ടുന്ന എല്ലാ പ്രോബ്ലത്തിൻ്റെയും പീരീഡ്, അല്ലെങ്കിൽ എല്ലാ എഞ്ചിനീയറിംഗ് പ്രോബ്ലത്തിൻ്റെയും പീരീഡ് നമുക്ക് 2π ആണ് എന്ന് കരുതാൻ പറ്റത്തില്ല. ആ പീരീഡ് എന്തും ആകാം. ലെറ്റ് ഇറ്റ് ബി 2c, വിച്ച് ഈസ് ദി ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ ദ ഇൻ്റർവൽ -c to +c. അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് -π to +π. അപ്പോൾ -c to +c എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ, ജനറൽ ഇൻ്റർവെല്ലിൽ ആണ് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എഴുതാം എന്നതാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് സാധാരണ ഉള്ള റിയൽ ലൈഫ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫംഗ്ഷൻ വിൽ ബി ഡിഫൈൻഡ് ഇൻ ദ ഇൻ്റർവൽ -c to +c. അത് -1 to 1 ആകാം, -π to +π ആകാം, -2 to +2 ആകാം, എന്തും ആകാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് നമുക്കുള്ളത്. ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ ദ ഇൻ്റർവെൽ -c to +c ആണ്. -c to +c ആണ്. അതായത് ഇൻ്റർവെൽ ലെന്ത് എന്ന് പറയുന്നത് എന്താണ്? 2c ആണ്, നോട്ട് 2π. 2π എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുന്നു -c to +c എന്ന് പറയുന്ന ഇൻ്റർവെൽ, അതായത് 2c എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ് നമ്മുടെ ഫംഗ്ഷൻ. എങ്കിൽ എങ്ങനെ നമുക്ക് f of xനെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എഴുതാമെന്ന് നോക്കാം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്ത് ചെയ്യും, -c to +c നമ്മൾ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യും? -π to +πയിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് അറിയാമെന്നുള്ള ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ -c to +c എന്ന് പറയുന്ന ലിമിറ്റിനെ -π to +πയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ വേരിയബിളായ എക്സും എന്ത് ചെയ്യണം? അതിനനുസരിച്ച് മാറണം. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഈസ് ഡിഫൈൻ ഇൻ ദ ഇൻ്റർവൽ -c to +c. നിങ്ങൾ ലിമിറ്റ് മാറ്റുന്ന സമയത്ത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരും മാറും? വേരിയബിളും മാറും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ വി നോ 2c എന്ന് പറയുന്ന ഇൻ്റർവെൽ ഇത് 2c എന്ന് പറയുന്ന ഇൻ്റർവെൽ ഈസ് ഫോർ ദ വേരിയബിൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനായിരുന്നു 2c എന്ന് പറയുന്ന ഇൻ്റർവെൽ. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഇൻ്റർവെൽ 1 എന്ന് പറയുന്ന ഇൻ്റർവെൽ ഏത് വേരിയബിളിനായിരിക്കും വരുന്നത്? ഫോർ x/2c. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാലോ. അങ്ങനെയാണെങ്കിൽ 2π എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ വരുന്ന വേരിയബിൾ എന്താണ്? ഇറ്റ് ഈസ് x/2c ഇൻറ്റു 2π. x/2c ഇൻറ്റു 2π. സോ 2 ക്യാൻസൽ. സോ πx/c. ഇപ്പം നോക്കിക്കേ, πx/c. സോ നിങ്ങളിവിടെ f of x എന്ന് പറയുന്നത് -c to +cയിലേക്ക് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അതിനെ -π to +πയിലേക്ക് മാറുമ്പോൾ വേരിയബിൾ എന്തായിട്ട് മാറി? πx/c ആയിട്ട് മാറി. ഇഫ് യു കോൾ ദിസ് πx/c ആസ് എ ന്യൂ വേരിയബിൾ z എന്ന് പറയുന്നത് πx/c ആയിട്ട് നമ്മൾ വിളിക്കുകയാണെങ്കിൽ, z എന്ന് പറയുന്നത് πx/c ആണെങ്കിൽ ഓർ x എന്ന് പറയുന്നത് എന്താകും? c or zc/π. zc/π. അതായത് f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ഇൻ്റർവെൽ 2c ആയിരുന്നു. 2c എന്ന് പറയുന്ന ഇൻ്റർവെൽ എന്തായിരുന്നു? സോ വി ജസ്റ്റ് ട്രാൻസ്ഫോം ദാറ്റ് ഫംഗ്ഷൻ ടു, എങ്ങോട്ട് മാറ്റി? വി ജസ്റ്റ് ട്രാൻസ്ഫോം ദാറ്റ് ഫംഗ്ഷൻ ടു f of cz/π ആയിട്ട് മാറ്റി. f of cz/π ആയിട്ട് മാറ്റി, having the interval length 2π. അപ്പോൾ 2c ഇൻ്റർവെല്ലിൽ f of x ആണെങ്കിൽ 2π ഇൻ്റർവെല്ലിൽ എന്തായിട്ട് മാറും? f of cz/π ആകും. അതായത് ഈ ഫംഗ്ഷൻ എക്സിൻ്റെ വേരിയബിൾ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ഇസഡിൻ്റെ വേരിയബിൾ ആകും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ f of cz/πനെ ക്യാപിറ്റൽ f of z എന്ന് വിളിക്കാം. ബിക്കോസ് ദിസ് എ ഫംഗ്ഷൻ ഇൻ z വേരിയബിൾ ഓർ f of cz/π. അപ്പോൾ ഈ ചേഞ്ചാണ് -c to +c എന്ന് പറയുന്ന ഒരു ജനറൽ ഇൻ്റർവെൽ വരുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ അതിനെ ഏതിലോട്ട് മാറ്റുന്നു? -π to +πയിലേക്ക് മാറ്റുന്നു.
എന്നിട്ട് നമ്മൾ വേരിയബിളിനെ ചേഞ്ച് ആക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ജസ്റ്റ് ഫൈൻഡിങ് ഔട്ട് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് a0, an ആൻഡ് bn. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആയിരുന്നു. അതിൻ്റെ ഇൻ്റർവൽ ലെന്ത് എന്ന് പറയുന്നത് 2c ആയിരുന്നു. അപ്പോൾ 2c എന്ന് പറയുന്ന ഇൻ്റർവൽ ലെന്തിൽ എങ്ങനെ എഴുതണം എന്നുള്ളത് നമുക്ക് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ അറിയത്തില്ലായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? എഫ് ഓഫ് എക്സിനെ നമ്മൾ എഫ് ഓഫ് സി ഇസഡ് ബൈ പൈ എന്ന് പറയുന്ന പുതിയൊരു ഫംഗ്ഷനായിട്ട് മാറ്റി. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ആയിട്ട് നമ്മൾ അതിനെ വേരിയബിൾ ചേഞ്ച് വരുത്തി. എങ്ങനെ? ആ സമയം 2c എന്ന് പറയുന്നത് എന്ത് ഇൻ്റർവലായി? 2π എന്ന് പറയുന്ന ഇൻ്റർവലായി. We know how to write the Fourier series expansion of f of z. കാരണം -π to π എങ്ങനെ എഴുതണം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. So that we can write f of z എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, എഫ് ഓഫ് സി ഇസഡ് ബൈ പൈ. പുതിയ വേരിയബിൾ ആണത്. എഫ് ഓഫ് സി ഇസഡ് ബൈ പൈ. എക്സിനെ മാറ്റി നമ്മൾ എഫ് ഓഫ് സി ഇസഡ് ബൈ പൈ മാറ്റിയപ്പോഴാണ് ഇന്റർവൽ ലെന്ത് 2π ആയിട്ട് മാറിയത്. സോ ദിസ് ഈസ് ഈക്വൽ ടു a0/2 പ്ലസ് നമ്മൾ നേരത്തെ പഠിച്ചത് a1 cos x ആയിരുന്നു. ഇവിടെ എന്ത് വരും? a1 cos z വരും. കാരണം ഇതൊരു z വേരിയബിൾ വരുന്ന ഫംഗ്ഷനാണ്. a1 cos z പ്ലസ് a2 cos 2z പ്ലസ് എക്സെട്ര an cos nz ഓർ പ്ലസ് എക്സെട്ര. അടുത്ത bന്റെ ടൈം വരും b1 sin z plus etc. plus b2 sin 2z plus etc. ഈ ഒരു രീതിയിലായിരിക്കും അവിടെ വരുന്നത്. സോ വാട്ട് ഇസ് എക്സ്പ്രഷൻ ഫോർ a0? a0യുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ജനറൽ ഇൻ്റർവൽ 2c എന്ന് പറയുന്ന ജനറൽ ഇൻ്റർവെല്ലിൽ എങ്ങനെയായിരിക്കും ഫോറിയർ സീരീസ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ a0 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 1/π. സോ ഇൻ്റഗ്രൽ 0 to π ആയിട്ട് ഞാൻ എടുക്കുന്നു. 0 to 2π ആണ് ഇവിടെ ഇൻ്റർവൽ ലെന്ത്. 2π എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവിടെ എന്തായിട്ട് മാറും? എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ആയിട്ട് മാറും. ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ആയിട്ട് മാറും. സോ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് നിങ്ങൾക്ക് അറിയാം. സോ ഇറ്റ് ഈസ് 1/π ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സി ഇസഡ് ബൈ പൈ ആണ്. എഫ് ഓഫ് സി ഇസഡ് ബൈ പൈ ഡി ഇസഡ്. എഫ് ഓഫ് സി ഇസഡ് ബൈ പൈ ഡി ഇസഡ്. ഇവിടെ വെച്ച് നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. വി ആർ ജസ്റ്റ് പുട്ടിങ്. നമ്മൾ നേരത്തെ നമ്മൾ കണ്ടു ഇസഡ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമുക്ക് കിട്ടിയത്? ഇസഡ് എന്ന് പറയുന്നത് പൈ എക്സ് ബൈ സി ആയിട്ടാണ് കിട്ടിയത്. സോ വി ആർ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് ഇസഡ് ഈക്വൽ ടു പൈ x by c. So what is dz? dz equal to pi by c dx. pi by c dx. പോരാ, ഇനി നമ്മൾ ലിമിറ്റും കൂടെ മാറ്റണം. when z equal to 0 x എന്തായിരിക്കും? x is also 0. when z equal to 2π z 2π ആണെങ്കിൽ what is x? x എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുക, 2π കൊടുക്കുക, പൈ ക്യാൻസൽ ആവും, എക്സ് എന്ന് പറയുന്നത് 2c ആവും. സോ ഇത് നമുക്ക് മാറാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ 0 to 2c എഫ് ഓഫ് സി ഇസഡ് ബൈ പൈ. ഇസഡിന് പകരം പൈ എക്സ് ബൈ സി കൊടുത്താൽ സി ഇസഡ് ബൈ പൈ എക്സ് ആകും. സോ എഫ് ഓഫ് എക്സ് ഡി ഇസഡിന് പകരം പൈ ബൈ സി dx. So പൈ cancel ചെയ്യും. So the final answer is 1/c integral 0 to 2c f of x dx. So വളരെ important ആണ്. So this is the expression for a0 in the general interval -c2 plus c. 1/c integral 0 to 2c f of x dx. ഇത് -π to +π എന്ന ജനറൽ കേസ് വന്നപ്പോഴാണ് നിങ്ങൾ എന്ത് എഴുതിയത്? 1/π ഇൻ്റഗ്രൽ 0 to 2π f of x dx എന്ന് എഴുതിയത്. സോ ഇൻ ദാറ്റ് കേസ് സി എന്തായിരുന്നു? സി എന്ന് പറയുന്നത് പൈ ആയിരുന്നു. മനസ്സിലായോ? സി എന്ന് പറയുന്നത് പൈ ആയപ്പോഴായിരുന്നു ഇത് വന്നത്. അപ്പോൾ ഇൻ ജനറൽ
ഇഫ് സി ഈസ് 1 ഓർ സി ഈസ് 2, നിങ്ങൾക്ക് ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 1/c ഇൻ്റഗ്രൽ 0 to 2c f of x dx. ഇതുപോലെ അടുത്ത ആരെ കണ്ടുപിടിക്കണം? എ എന്നിനെയും ബി എന്നിനെയും കണ്ടുപിടിക്കണം. സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിക്കേ. അടുത്തത് നമ്മൾ എ എന്നിനെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ എ എൻ, യു നോ ദ എക്സ്പ്രഷൻ ഫോർ എ എൻ 1/pi integral 0 to 2pi capital F of z cos nx dx ന് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? cos nz dz എഴുതുന്നു. ആൻഡ് ദെൻ വി ആർ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിങ്. നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുകൊണ്ട് z എന്ന് പറയുന്ന ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? പൈ എക്സ് ബൈ സി നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇവിടെ എന്ത് മാറും? ഈക്വൽ ടു 1/pi. ആ എഫ് ഓഫ് ഇസഡിനെയും കൂടെ ഞാൻ മാറ്റുന്നു 0 to 2pi. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എഫ് ഓഫ് സി ഇസഡ് ബൈ പൈ ആണ്. സി ഇസഡ് ബൈ പൈ ആണ്. കോസ് എൻ ഇസഡ് ഡി ഇസഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇസഡിന് പകരം പൈ എക്സ് ബൈ സി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ 1/pi നേരത്തെ വന്നതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് അറിയാം ലിമിറ്റ് മാറുന്നത് 0 to 2c മാറും. ഓക്കെ, ഡി സെറ്റ് പൈ ബൈ സി ഡി എക്സ് ആകും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2c എഫ് ഓഫ് സി സെറ്റ് ബൈ പൈ എഫ് ഓഫ് എക്സ് ആകും. ദെൻ ഇസഡിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? അവിടെ ഇസഡിന് പകരം നമ്മൾ പൈ എക്സ് ബൈ സി കൊടുത്താൽ യു നോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ്, എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എത്ര വരും? എൻ പൈ എക്സ് ബൈ സി. ഇസഡിന് പകരം പൈ എക്സ് ബൈ സി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡി ഇസഡിന് പകരം പൈ ബൈ സി ഡി എക്സ്. സോ പൈ പൈ ക്യാൻസൽ ചെയ്യും. സോ ഇറ്റ് ഈസ് 1/c integral 0 to 2c f of x cos n pi x by c dx. So this is the general expression for an when the interval length is 2c. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ എഴുതി വയ്ക്കുക. നമ്മൾ ഒരുപാട് ഫോറിയർ സീരീസിൻ്റെ ഫോർമുല ഇപ്പം പഠിച്ചു. നിങ്ങളുടെ ഫോർമുല പേപ്പറിൽ ഇത് ഓരോന്നും എഴുതുക. ഇവിടെ നിങ്ങൾക്കറിയാം 2cക്ക് പകരം 2pi വന്നപ്പോഴായിരുന്നു നമ്മൾ 1/pi ഇൻ്റഗ്രൽ 0 to 2pi എഫ് ഓഫ് എക്സ്. ഇവിടെ എങ്ങനെ മാറും? സിക്ക് പകരം പൈ വരും, പൈ ക്യാൻസൽ ചെയ്യും. അങ്ങനെയാണ് കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് വന്നത്. സിമിലർലി യു ക്യാൻ പ്രൂവ്. നിങ്ങൾക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? ബി എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി എൻ എന്ന് പറയുന്നത് 1/c ഇൻ്റഗ്രൽ 0 to 2c എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ സി. സൈൻ എൻ പൈ എക്സ് ബൈ സി ഡി എക്സ്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഫോർമുല എഴുതാൻ. സോ നിങ്ങളുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ജസ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സി. ഒരു പ്രോബ്ലത്തിൽ നിന്ന് സി എന്താണെന്ന് എഴുതുക, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ദ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് വിത്തിൻ ദ ഇൻ്റർവൽ -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. നമ്മൾ നേരത്തെ -π ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ആണ് ചെയ്തത്. ഇവിടെ അതൊന്നും അല്ല, -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ആണ്. ഫോറിയർ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോഡ് എക്സ് ആണ്. സോ നമുക്കൊന്ന് മാറ്റാം. സോ ദ വാല്യൂ ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. മോഡ് എക്സ് ആയതുകൊണ്ടാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 അല്ലേ? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആകും. കാരണം മൈനസ് ആയാലും പ്ലസ് ആയാലും ദി ആൻസർ ഈസ് എന്തെന്നാണ് പറയുന്നത്? മോഡ് എക്സ് ആണ്. അപ്പോൾ പോസിറ്റീവ് ആണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സും വരാം. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സും വരാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് വന്നാൽ ഏത് മുതൽ ഏത് വരെ ആയിരിക്കും? -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും. -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. സോ ഇതാണ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഒറ്റയടിക്ക് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ആയിട്ട് മാറും. നമുക്കിതിൻ്റെ ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ ഇന്റർവൽ ലെന്ത്, ടോട്ടൽ ഇന്റർവൽ ലെന്ത് എന്ന് പറയുന്നത്, അത് നമ്മൾ നേരത്തെ പഠിച്ച 2c എന്ന് പറയുന്ന ടോട്ടൽ ഇന്റർവൽ ലെന്തിന് പകരം ഇവിടെ ഉള്ളത് 4 ആണ്. കാരണം ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്നത് -2 to +2 ആണ്.
സോ ടോട്ടൽ ഇൻ്റർവൽ ലെങ്ത് ഇസ് 4. സോ സി എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ 2 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ 2നെ സിയെ നമ്മൾ എന്ത് ചെയ്തു ഐഡൻറ്റിഫൈ ചെയ്തു. സോ നെക്സ്റ്റ് വി ആർ ജസ്റ്റ് ഫൈൻഡിങ് വാട്ട് ഇസ് A0. അപ്പോൾ A0 നിങ്ങൾക്ക് അറിയാം എന്താണ് ഫോർമുല 1/c ഇൻ്റഗ്രൽ -c to +c f of x dx. f of x dx. അപ്പം സിക്ക് വരെ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 2 ആണ്. സോ 1/2 ഇവിടെ 2 ഇൻ്റർവൽ വരുന്നുണ്ട്. അപ്പം ഇൻ്റർവലിനെ മാറ്റിയ ഫസ്റ്റ് വൺ ഇൻ്റഗ്രൽ 0 to 2 അവിടെ x dx ആണ് പ്ലസ് അടുത്തത് -2 to 0 -x dx ആണ്. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? The answer is, so it is 1/2 x dx into it is x square by 2 within limit 0 to 2. So minus x ന്റെ ഇത് വരുമ്പോൾ പിന്നെയും വരുന്നത് x square by 2 within limit -2 to 0. സോ ഇത് നിങ്ങൾക്ക് വന്നാൽ കിട്ടുന്നത് ദ ആൻസർ ഈസ്, നിങ്ങൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ ചെയ്ത് നോക്കുക. ദ ആൻസർ ഈസ് 2. എന്ത് കിട്ടും? A0 എന്ന് പറയുന്നത് 2 ആയിട്ട് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിക്കേ. നെക്സ്റ്റ് നമുക്ക് ആരെ കണ്ടുപിടിക്കണം? an-നെ കണ്ടുപിടിക്കണം. സോ an-ന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം എന്താണ്? 1/c ഇൻ്റഗ്രൽ -c to +c f of x cos n/pi x/c dx ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഇവിടെ റീഅറേഞ്ച് ചെയ്യുക. സിക്ക് പകരം വി ഗോട്ട് 2. സോ 1/2 നമുക്ക് ലിമിറ്റ് നമുക്ക് മാറ്റാനായിട്ടുണ്ട്. സോ ഇൻ്റർവൽ മാറ്റാനായിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഇൻ്റഗ്രൽ 0 to 2 അവിടെ f of x എന്ന് പറയുന്നത് x ആയിരുന്നു. cos n/pi x/2 dx പ്ലസ് അടുത്ത ഇൻ്റർവൽ എന്ന് പറയുന്നത് -2 to 0 ആയിരുന്നു. -x sin n/pi x/2 dx. ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ആദ്യം നമുക്ക് ഫസ്റ്റ് ഇതിനെ ഒന്ന് ചെയ്ത് നോക്കാം. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു കോസ് n/pi x/2 ഇൻ്റഗ്രൽ സൈൻ n/pi x/2 കഴിഞ്ഞില്ല. എന്തും കൂടെ ഉണ്ട്? ഡിവൈഡഡ് ബൈ n/2 ഉണ്ട്, വിച്ച് ഈസ് അത് ന്യൂമറേറ്റർ വരുമ്പോൾ 2/n/. 2/n/, മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് 1 സൈൻ n/pi x/2 എന്താണ് വരുന്നത്? മൈനസ് കോസ് ആണ്. സോ മൈനസ് കോസ് n/pi x/2 എന്തും കൂടെ ഉണ്ട്? ഡിവൈഡ് ബൈ 2/n/യുടെ ദ ഹോൾ സ്ക്വയർ ഉണ്ട്. സോ ഇൻറ്റു എന്ത് വരും? 4/n² pi². 4/n² pi². ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 2 ആണ്. സെക്കൻഡിന് നമ്മൾ ചെയ്താൽ സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ എക്സ്പാൻഷൻ ആണ്. സോ മൈനസ് ഫസ്റ്റ് എക്സ് ഇൻറ്റു കോസ് n/pi x/2 അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ n/pi x/2 ആണ്. ഇൻറ്റു 2/n/, അവിടെയും വരും ഇൻറ്റു 2/n/, മൈനസ് സൈനിൻ്റെത്
minus 1 into minus cos n pi x by 2 into 4 by n square pi square. Within limit minus 2 to 0. ഇത്രയും ചെയ്യുക. എന്നിട്ട് ഹാഫ് ഇവിടെ കോമൺ ആയിട്ട് ഇതിന് മുഴുവനായിട്ടുണ്ട്. ഓരോന്നും പതുക്കെ നമുക്കറിയാം, ഓരോന്നും വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ചെയ്ത് നോക്കുക. ആദ്യം ഇവിടെ എന്ത് ചെയ്യുക, 2 വരും, ഇവിടെ എക്സിന് 2 വരുമ്പോൾ 2 ക്യാൻസൽ ചെയ്ത് ഇവിടെ സൈൻ എൻ പൈ വരും, അത് 0 ആയിട്ട് മാറും. ഇവിടെ പ്ലസ് വരും, 2 എക്സിന് 2 വരും, സോ ഇവിടെ കോസ് എൻ പൈ വരും, -1/n വരും. സോ ഹിയർ 4/n² ഉണ്ട്. മൈനസ് ലോവർ ലിമിറ്റ് ഇവിടെ കൊടുക്കുമ്പോൾ എക്സിന് വരാൻ 0 വരും, ഈ ടേം 0 പോവും, ഇവിടെ കോസ് 0 വരും, ഇറ്റ് ഈസ് 1. അപ്പോൾ 4/n² വരും. ഇതേപോലെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. വളരെ ശ്രദ്ധാപൂർവം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 4/n² pi square into -1/n -1. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ വരാം. n ഓഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, n ഈവൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. സോ ഇഫ് n is even, -1² ഇത് എന്താവും, 1 - 1 0 ആവും. സോ ഇഫ് n is even, an എന്ന് പറയുന്നത് എന്താവും, 0 ആവും. സോ an equal to 0 if n is even. If n is even and n equal to what, ഓഡ് ആയാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, -1 ആണ് കിട്ടുന്നത്. -1/1 -1 ആണ്. അപ്പോൾ ഇവിടെ -2 വരും, ഇവിടെ 4 ഉണ്ട്. സോ ദ ആൻസർ ഈസ് -8/n² pi square if n is odd. So -8/n² pi square if n is odd. ഇതാണ് നമുക്ക് എന് കിട്ടുന്നത്. രണ്ട് ഉത്തരം കിട്ടും, 0 കിട്ടും. അപ്പോൾ ഇത് കിട്ടുന്നുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് നോക്കുക. കിട്ടിയില്ലെങ്കിൽ പറയുക. an 0 കിട്ടും if n is even and an equal to -8/n² pi square if n is odd. നമുക്ക് a02 കിട്ടി. an-ന് 0 കിട്ടും if n is even, equal to -8/n² pi square if n is odd. നമുക്കുള്ള ഫംഗ്ഷൻ f of x equal to mod x ആയിരുന്നു. ക്ലിയർലി ഇറ്റ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ അല്ലേ. പക്ഷെ നമുക്ക് ആ ജനറൽ ഫോം ഇവിടെ കൊടുക്കാൻ പറ്റാത്തത് രണ്ട് ലിമിറ്റ് ഇവിടെ വന്നത്, രണ്ട് ഇൻ്റർവൽ വന്നതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്താലും bn എന്തായിട്ട് കിട്ടും, യു വിൽ ഗെറ്റ് bn as 0. bn എന്ത് ഉത്തരത്തിലേക്ക് വരും, bn എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ദ ആൻസർ ഇസ് f of x എന്ന് പറയുന്നത് എന്തായിരിക്കും, f of x equal to a0/2, ഇറ്റ് ഈസ് 1. ഈവൻ ഒന്നും വേണ്ട, നമുക്ക് ഒരു -8/π² കോമൺ ആയിട്ട് എടുത്താൽ, -8/π² കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് ആദ്യം n equal to 1 മാത്രമേ അവിടെ വരത്തുള്ളൂ. അപ്പോൾ അവിടെ വരുന്നത് എന്തായിരിക്കും, an cos nx-ൻ്റെ ടേമിൻ്റെ എക്സ്പാൻഷനാണ് അവിടെ വരേണ്ടത്. അതിൽ n-ന് പകരം ഓഡ് മാത്രം എടുത്താൽ മതി. അപ്പം ഫസ്റ്റ് വൺ a1 എന്ന് പറയുന്നത് 1/1². ബാക്കി അവിടെ എന്ത് വരും, cos nx-ൻ്റെ ടേം. അതായത് ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് എടുത്തിരിക്കുന്നത് an cos n pi x/c ആണ്. cos n pi x/c ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് വരാനുള്ളത് 1/1² cos pi, n-ന് വരെ 1 കൊടുത്തു, cos pi x, c-ക്ക് വരാൻ 2. സോ നെക്സ്റ്റ് പ്ലസ്, ഈവൻ വേണ്ട 0 ആണ്, അടുത്ത 3 വരും. അപ്പം 3 വരുമ്പോൾ എന്താ വരുന്നത്, 1/3² cos n-ന് വരാൻ 3 വരിക, 3 pi x/2 plus etc. So this is the Fourier series expansion for f of x equal to mod x in the interval -2 to +2, general interval. അപ്പം ഇത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഈ പ്രോബ്ലം സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.
അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ എന്തും എടുക്കാം, ഹാഫ് റേഞ്ച് സീരീസും എടുക്കാം. ഓടും ഈവനും വന്നാൽ എങ്ങനെ വരും എന്നുള്ളതും കൂടെ നമുക്ക് ഇവിടെ നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് a0/2 an cos n pi x by c ആയിട്ട് മാറും. അവിടെ a0യും a-നും മാത്രമേ ഉള്ളൂ, ഇത് രണ്ടുമാണ് അതിൻ്റെ എക്സ്പ്രഷൻ. bn0 ആയിട്ട് മാറും. ദ ഫംഗ്ഷൻ ഈസ് ഓഡ്. സീരീസിൽ ആര് മാത്രമേ കാണൂ, bn മാത്രമേ കാണൂ. bn sin n pi x by c കാണൂ. bn equal to 2/c integral 0 to c f of x sin n pi x by c dx ആയിട്ട് മാറും. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച പോലെ ഹാഫ് റേഞ്ച് സീരീസ് ഈ ജനറൽ ഇൻ്റർവെല്ലിൽ നമുക്ക് നോക്കാം. അപ്പം അടുത്തൊരു പ്രോബ്ലം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. സോ ദിസ് ഇസ് ദ ഹോംവർക്ക്. ഫൈൻഡ് ദി Fourier half range even expansion. Find the Fourier half range even expansion of the function f of x equal to minus x by l. L ആണ് minus x by l plus 1 within limit 0 less than x less than or equal to l. അപ്പം ഈവൻ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ആരൊക്കെ മതി, a0യും a-നും മാത്രം മതി. bn അവിടെ 0 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇത്രയും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.